വാക്യം എന്നാൽ അവസാനത്തോളം സഹിച്ച് നീക്കുന്നവൻ രക്ഷിക്കപ്പെടും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചാണ് നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടതാണ് എന്ന് ചോദിച്ചു. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ദൈവം നമ്മൾ എന്തായി മാറ്റി? ദൈവമക്കളായി മാറ്റി. ഓക്കെ, ദൈവമക്കളായി മാറ്റിയത് മാത്രമല്ല, അതിന്റെ കൂടെ കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? യോഹന്നാൻ 1 അതിന്റെ 13 വാക്യം കൂടെ വായിക്കാം. 12-13 വായിക്കാം. യോഹന്നാൻ 1 അതിന്റെ 12-13. അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്ത്. അടുത്ത വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇപ്പോൾ നമ്മൾ എന്ത് പുതുതായി നാം ജനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നാം ജനിച്ചത്? അവന്റെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്ത്. നമ്മളിപ്പോ ദൈവമക്കളാണ്. അവർ വാക്യം നിങ്ങൾ ദൈവത്താൽ ജനിക്കപ്പെട്ട്, രക്തത്താലുമല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇപ്പോൾ നിങ്ങൾ പുതുതായി ജനിക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങളും നാണും. കർത്താവ് ദൈവമക്കളിന് അധികാരം കൊടുത്ത്. അപ്പൊ നാം എന്ത് ചെയ്യണം? മുൻപോട്ട് എങ്ങനെ നയിക്കണം? ദൈവമക്കൾ എന്ന ആ ലെവലിൽ നാം നടക്കണം. എന്നാൽ നമ്മളുടെ അപ്പൻ ആരാണ്? യേശുവാണ്. അപ്പൊ യേശു കർത്താവിന്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും സ്വഭാവമുണ്ട്, അല്ലെ? ആണോ? അപ്പൊ ദൈവം എന്ന് പറയപ്പെടുന്ന യേശു കർത്താവിന്റെ സ്വഭാവമുണ്ട്, പല സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് പലതും പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ സ്വഭാവം എന്നിലും നിങ്ങളിലും വെളിപ്പെടണം. യേശു കർത്താവ് എന്റെ അപ്പനാണെങ്കിൽ, ഞാൻ ദൈവത്താൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ദൈവത്തിന്റെ സ്വഭാവം എന്നിൽ വെളിപ്പെടണം. നിങ്ങൾ പറഞ്ഞ് യേശു കർത്താവ് എന്ത് സ്വഭാവം? സ്നേഹം. നേരത്തെ കേട്ടതാണ്. നമ്മള് സ്നേഹമുണ്ടോ? നമുക്ക് സ്നേഹമുണ്ട്. എന്റെ അടുത്ത് ആ സ്നേഹം കാണിക്കുന്നുണ്ടോ അവരുടെ അടുത്തേക്ക് സ്നേഹിക്കാൻ വളരെ എളുപ്പം. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് എനിക്ക് സ്നേഹം കാണിക്കാൻ അത് വളരെ എളുപ്പം. മനു എന്നെ പള്ളി വിളിച്ച് എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് പറ്റുന്നില്ല. ക്ഷമയില്ല, അഹങ്കാരമാണ്. നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസമില്ല. നിങ്ങൾ ദൈവത്തിന്റെ പൈതൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുമ്പോൾ ആ ദൈവത്തിന്റെ സ്വഭാവം എന്നിൽ വെളിപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പള്ളി വന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സ്വർഗത്തിൽ പോവോ? അപ്പൻ ബസ്സിലെടുത്ത് പോകാൻ പറ്റോ? അപ്പന്റെ സ്വഭാവം എന്നിൽ വെളിപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റോ? അപ്പോൾ നമുക്ക് എന്തുണ്ട്? അഹങ്കാരമുണ്ട്. ഞാൻ എന്റെ ഒരു ഭാവം. യേശു കർത്താവ് നമുക്ക് ഒരു മുൻമാതിരി കാണിച്ച് തന്നെ ഒറ്റിക്കൊടുത്തുകൊണ്ട് കാൽ കഴുകി. നമുക്ക് പറ്റും? പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? നമ്മൾ ഈ ജഡം മരിച്ചിട്ടില്ല. അതായിട്ട് ജഡം മരിക്കണം.
മതിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും. ജഡം മറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മണി എന്നെ പള്ളി വിളിച്ചാൽ എനിക്ക് എന്തില്ല, ഡോണ്ട് കെയർ. എന്തുകൊണ്ട്? മരിച്ചത് കൊണ്ട് എനിക്ക് അതിനെ തിരിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. എത്ര പേര് പറയാൻ പറ്റും എന്റെ ജഡം മരിച്ചിട്ടുണ്ട്? ഇപ്പൊ പറയും നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണോ? ഇപ്പൊ പറയുക നിങ്ങൾ ആരാണ്? ഞാൻ ദൈവത്തിന്റെ മകനാണോ മകളാണോ? നേരത്തെ പറഞ്ഞ ദൈവത്തിന്റെ മകളാണ് ഒക്കെ. ദൈവത്തിന്റെ മകളാണ്. ஆனால் ഈ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറത്തില്ല. നിങ്ങൾ ചെയ്യണം. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ യേശു കർത്താവ് നമുക്ക് കാണിച്ച് ഒരു മാതൃക എന്താണ്? പ്രാർത്ഥിച്ച്. താൻ സ്വയമായി ഒന്നും ചെയ്തിട്ടില്ല. പിതാവിന്റെ അടുക്കൽ ഒരു ബന്ധമുണ്ടായിരുന്നു. താൻ എന്ത് ചെയ്യാൻ പോകുമോ അതിരാവിലെ ഇരുട്ടിൽ എന്ത് ചെയ്ത് പ്രാർത്ഥിച്ച്. ശിഷ്യന്മാരെ എടുക്കുമ്പോൾ ദൈവം ചെയ്ത് പ്രാർത്ഥിച്ച്. അങ്ങനെ ഒവ്വൊരു കാര്യം എന്ത് ചെയ്ത് യേശു കർത്താവ് പ്രാർത്ഥനയിലൂടെ പിതാവിനോട് സംസാരിച്ച് പിതാവ് തന്നോട് എന്ത് കൽപ്പിച്ചോ അത് മാത്രമേ യേശു കർത്താവ് ചെയ്തു. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിന്റെ കാൽ കഴുകാൻ ഒരു മടിയും കാണിച്ചില്ല. നിങ്ങൾ ആ ലെവലിലോട്ട് മാറണം. നാം വെറുതെ വന്ന് സഭയിൽ ഇരുന്നിട്ട് എന്തോ വചനം കേട്ട് പോകാനല്ല. അല്ലെങ്കിൽ ഇന്നത്തെ കൂടുതൽ പ്രശ്നം എന്താണ്? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അനുഗ്രഹിച്ച് മരിച്ചു പോയി എവിടെ പോകും? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോയില്ല, ആ അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാ? എന്റെ ചോദ്യം. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് വെച്ചോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാട്ടിലും ദൈവം നിങ്ങൾക്ക് വീട് തന്ന് കാറ് തന്ന് നിങ്ങൾക്ക് എല്ലാം കിട്ടി. നിങ്ങൾ സ്വർഗത്തിൽ എത്തിയില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നാം പറയുന്നത് നമ്മൾ വസിക്കാൻ നമുക്ക് വീട് കിട്ടിയ സന്തോഷം, ദൈവം നിങ്ങൾക്ക് വാങ്ങുന്ന സന്തോഷിക്കുക, ദൈവത്തെ സ്തുതിക്കുക. പക്ഷേ നിങ്ങളുടെ കണ്ണെതിരായിരിക്കണോ? ദൈവത്തിലായിരിക്കണം. ആ ദൈവത്തിന്റെ സ്വഭാവം എന്നിലും നിങ്ങളിലും നാൾക്ക് നാൾ വെളിപ്പെടണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? അങ്ങനെ വെളിപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയോ ഈ ജഡത്തിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ജഡത്തെ നാം എന്ത് ചെയ്യണം? മരിപ്പിക്കണം. അതുകൊണ്ടാണ് ഗലാത്യർ 5-ാം അധ്യായത്തിൽ അവസാന വാക്യം പറയുന്നുണ്ടല്ലോ, ശേഷിയുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കണം. ക്രൂശിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ പറയട്ടെ, നമുക്ക് സ്വയം നമ്മളെ ക്രൂശിപ്പിക്കാൻ കഴിയത്തില്ല. എന്നെ ക്രൂശിപ്പിക്കണമെങ്കിൽ ആര് വേണം? മറ്റു വ്യക്തികൾ വേണം. അതുകൊണ്ട് മற்றവർ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ചെയ്യണോ? നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ പറയട്ടെ, അവിടെയാണ് ദൈവത്തിന്റെ കൃപ വെളിപ്പെടും. കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന്റെ ഒറ്റ പ്രാർത്ഥന മതി സൈന്യം ഇറങ്ങുവാൻ, ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുവാൻ. ദൈവത്തിന്റെ ഒറ്റ പ്രാർത്ഥന മതി. ദൈവം ചെയ്തില്ല. എന്തുകൊണ്ട്? ദൈവം എന്തിനു വേണ്ടി വന്നോ ആ പദ്ധതി നിവർത്തിക്കുവാൻ തന്നെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത്. അങ്ങനെയെങ്കിൽ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്കായി പലരും നമ്മളെ ക്രൂശിക്കുമ്പോൾ നാം തിരിച്ച് പല്ലു പറയാനല്ല, ചീത്ത വിളിക്കാനല്ല, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആ സ്വഭാവം എന്നിലും നിങ്ങളിലും വെളിപ്പെടണം. അത് വെളിപ്പെട്ടില്ലെങ്കിൽ നിങ്ങളാണോ ദൈവ മക്കൾ എന്ന് പറയാൻ ഒരു യോഗ്യതയും നമുക്കില്ല. അപ്പന്റെ സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടുന്നില്ലെങ്കിൽ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയും.
അപ്പോൾ നമ്മുടെ പിതാവിന്റെ സ്വഭാവം ആ സ്നേഹം, ആ സ്നേഹം പ്രകടിപ്പിക്കണം, സ്നേഹം കാണിക്കണം. കർത്താവ് പറഞ്ഞ് നിങ്ങളുടെ ശത്രുവെ സ്നേഹിക്കുക. നമ്മുടെ ശത്രുവെ നമ്മൾ ചെയ്യണം, സ്നേഹിക്കാൻ പഠിക്കും. ക്രിസ്തുവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. വിശ്വാസം മറ്റെല്ലാം ഉണ്ടെങ്കിലും ആ സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കാൻ കഴിയും, നിങ്ങൾക്ക് പ്രവചന വരം ഉണ്ടായിട്ട് അത് വലുതായിട്ട് പറഞ്ഞില്ല. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കാം, എനിക്ക് പ്രവചിക്കാം, വീരപ്രവൃത്തികൾ ചെയ്യാം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ദൈവം സ്നേഹവാനാണ്, ദൈവം സ്നേഹവാനാണ്. ആ സ്നേഹം എന്നിലും നിങ്ങളിലും വെളിപ്പെടണം. ആദ്യം സ്നേഹത്തെ കുറിച്ച് നമ്മൾ കേട്ട്, ഇപ്പോൾ താഴ്മയെ കുറിച്ച് നമ്മൾ താഴ്മ. കർത്താവ് എതിർക്കും താഴ്മ. ക്രൂശിൽ മരണത്തോളം തന്നെ താഴ്ത്തി. കർത്താവ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിങ്ങളാണോ കാണത്തില്ല. ക്രൂശിൽ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് മരിക്കുവാൻ റെഡിയായി, ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത്. അതുകൊണ്ടാണ് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഒരു താഴ്മ എന്ന് പറയുന്നത് പ്രായപൂർത്തി അല്ലെങ്കിൽ പ്രായമുള്ള വ്യക്തിക്ക് മുൻപ് നാം ഇരിക്കുന്നതോ താഴ്ന്നിരിക്കുന്നതോ താഴ്ന്നു കൊടുക്കുന്നതോ അതല്ല. അത് നമ്മുടെ സ്വഭാവത്തിൽ വെളിപ്പെടണം. നിങ്ങളുടെ വാക്കുകൾ വെളിപ്പെടും. നിങ്ങൾക്ക് താഴ്മുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ അത് അറിയാൻ കഴിയും. ഇപ്പോൾ നമുക്ക് പല സ്വഭാവങ്ങൾ, നമുക്ക് യേശു കർത്താവിന്റെ സ്വഭാവങ്ങൾ നമുക്ക് നോക്കുമെങ്കിൽ നമുക്ക് ഇതുവരെ നമുക്കത് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ വെളിപ്പെടണം എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും. നാം ശത്രുവിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ പള്ളി പറയുന്നതിന് നാം എന്ത് ചെയ്യണം? സ്നേഹിക്കാൻ പഠിക്കണം. അവരുടെ കാലുകൾ കഴുവാൻ നാം റെഡി ആകണം. യേശു കർത്താവ് പറഞ്ഞു, എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് ഈ വ്യക്തിയാണ് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ കാൽ കഴുകി കൊടുത്ത്. നമ്മൾ ഒരാൾ വെട്ടിക്കൊടുക്കുമെന്ന് അറിഞ്ഞാൽ നാം അയാളായിട്ട് സംസാരിക്കുമോ? മിണ്ടത്തില്ല. യേശു കർത്താവിന്റെ കാൽ കഴുവാൻ ഒരുങ്ങി, അത് ചെയ്ത് കാണിച്ച്. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്ത പോലെ നിങ്ങളും ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ നിങ്ങളാണ് എന്ത് ചെയ്യണം? ആ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ എന്നിലും നിങ്ങളിലും വെളിപ്പെട്ടേ മതിയാകും. അതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഒരു വീട് കിട്ടാനോ കാറ് കിട്ടാനോ അല്ല. നാം ദൈവത്തെ ഇന്നും അധികമായി അറിയണം. ആ ദൈവത്തിന്റെ സ്വഭാവം എന്നിൽ വെളിപ്പെടണം. നാം ദൈവത്തെ പോലെ മാറണം. അത് നാം ദൈവത്തിന്റെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഞാൻ പറയട്ടെ, അവൻ നിങ്ങൾക്ക് നല്ലൊരു ഉത്ത സംഗതിയായി നിങ്ങൾ അടുത്ത് വന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. മകൻ എപ്പോൾ വിളിച്ചാലോ പിതാ ചെയ്യും, ഓടിയെത്തും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഇഷ്ടപുത്രന്റെ വിളി തീർച്ചയായിട്ട് ഒരു അപ്പനും തള്ളിക്കളയത്തില്ല. ഇഷ്ടപുത്രൻ വിളിച്ചാൽ അപ്പൻ ഓടി എത്തും. നമ്മൾ ഇഷ്ടപുത്രനായി മാറണം. ആൾക്കാർ എന്ത് ചെയ്യണം? അധികമായി ദൈവത്തിന് അധികമായി അറിയണമെങ്കിൽ നിങ്ങൾ വചനം അധികമായി കേൾക്കണം. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട് അല്ലേ? എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ஆனால் എന്റെ അപ്പനോട് ചെലവഴിക്കാൻ നമുക്ക് എന്തില്ല? സമയം വളരെ കുറവാണ്. അതുകൊണ്ട് നാം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മാക്സിമം ദൈവത്തോടും അപ്പനോട് സമയം ചെലവഴിക്കാൻ ശ്രമിക്കണം. നമ്മൾ എത്രയോ സമയം ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ആവശ്യമില്ലാതെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ടി വിയിൽ കാണുന്നത് എന്താണ്? ലോകവും പാപത്തെ കുറിച്ചുള്ള കാര്യമാണ് കൂടുതൽ ഇന്ന് ടി വിയിൽ കാണിക്കുന്നത്. അതിന്റെ പേര് സീരിയൽ. അത് കണ്ട് കറങ്ങിക്കൊണ്ടും ചിരിച്ചുകൊണ്ടും നമ്മൾ ഇരിക്കുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുക. ദൈവസന്നിധിയിൽ അപ്പോഴോട് പറയുക, ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വരും. നമ്മൾ എപ്പോഴാണ് അധികമായി ഭാരപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ
അപ്പോൾ നമുക്ക് ടി വി ഇല്ല, ഒന്നും ഇല്ല, മുട്ടുകുത്ത് എന്തുമാത്രം പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് സമയമുണ്ട് അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ പ്രാർത്ഥന? ആണോ? നമ്മൾ ദൈവ മക്കളെ വിളിക്കപ്പെട്ട നിങ്ങളാണോ? നാം ദൈവത്തോട് അടുത്ത് സംസാരിക്കണം. അവന്റെ ആഗ്രഹങ്ങൾ നാം ചെയ്യണം. അവന്റെ ആഗ്രഹങ്ങൾ, പിതാവിന്റെ ആഗ്രഹം ചെയ്യുമ്പോൾ പറയട്ടെ, ദൈവം നമ്മളെ കരം പിടിച്ച് അവൻ നമ്മളെ വഴിനടത്തും. കൊളോസ്യർ എന്താ പറയുന്നത്? 7-ാം വാക്യം വെച്ചോ. ഇവിടെ വചനം, ആകിയാൽ നിങ്ങൾ കർത്താവാകിയ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടത്തും. ആണൊക്കെ ദൈവത്തോടു കൂടെ നടന്ന് അല്ലേ? അവൻ 360 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ച് അവൻ വചനം അവൻ എത്ര വർഷം ദൈവത്തോടു കൂടെ നടന്ന്? അപ്പോ ആണൊക്കെ 65 വയസ്സായപ്പോ അവൻ ഒരു പുത്രനെ ജനിപ്പിച്ച്. ഓക്കെ, മെത്സുലാവെ അവൻ ജനിപ്പിച്ച്. ഓക്കെ, അടുത്തത് എത്ര സംവത്സരം? 300 സംവത്സരം അവൻ ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്ത് ദൈവം അവനെ എടുത്തുകൊണ്ടതാൽ അവൻ കാണാതെയായി. അവൻ ആകെ ഭൂമിയിൽ എത്ര വർഷം ജീവിച്ച്? 365 സംവത്സരം ജീവിച്ച്. പക്ഷേ അവൻ ദൈവത്തോടു കൂടെ എത്ര വർഷം നടന്ന്? 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. ഒന്നല്ല രണ്ടല്ല, നിങ്ങൾ ആലോചിക്കണം. 300 വർഷം. നമ്മളിപ്പോ ദൈവത്തെ എത്ര വർഷമായി? നിങ്ങളുടെ ജീവിതം ഈ 14 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 20 30 50 നിങ്ങൾ ദൈവത്തോടെ നിങ്ങളെ ജീവിച്ചു. പക്ഷെ ഞാൻ പറയട്ടെ, ആണൊക്കെ അങ്ങനെ ഉള്ള 300 സംവത്സരം ദൈവത്തോടു കൂടെ സഞ്ചരിച്ച് അങ്ങനെ വചനം പോലെ അവനക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറ്റുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ആണൊക്കെ കാലത്ത് ബൈബിൾ ഇല്ല, ആണൊക്കെ കാലത്ത് പരിശുദ്ധാത്മ ഇല്ല, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അവൻ 300 സംവത്സരം ദൈവത്തോട് നടക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അത് കഴിയുന്നില്ല? ആണുങ്ങൾക്ക് സൺഡേ സ്കൂളോ സൺഡേ വർഷിപ്പോ ഒന്നുമില്ല ഇല്ലാത്തൊരു കാലത്താണ് ആണുക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്ന്. ആണുക്ക് അത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല? ആണുക്ക് കുടുംബം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കുട്ടികളുണ്ടായിരുന്നോ? കൊച്ചുകുട്ടികളുണ്ടായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിട്ടോ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നെന്ന് വചനം അവനെ കുറിച്ച് പറയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് അത് കഴിയുന്നില്ല? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന പകരം നമ്മൾ ആശ്രയിക്കുന്നത് എവിടെയാണ്? ലോകത്തിലാണ്. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുകൊണ്ട് നമ്മൾ കൂടുതലും ദൈവത്തിൽ ആശ്രയിക്കാതെ ലോകത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വേണ്ടിയ വണ്ണം ദൈവത്തെ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സ്ഥിരതയില്ല? ഞാൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകം കൂടുതൽ എന്ത് പറയുന്നതോ അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് പകരം ദൈവത്തിന്റെ വചനം വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്താണ് സ്ഥിരത ഉള്ളത്, സ്ഥിരത ഇല്ലാത്തത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ കണ്ട് ഡോക്ടർ പറയും നിങ്ങൾക്ക് ഒരു ക്യാൻസർ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യോ? വിശ്വസിക്കും. ഏടാ പറഞ്ഞതാണ് ഡോക്ടർ ആയതുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഉരുവാക്കിയവൻ, നിങ്ങളെ മെനഞ്ഞവൻ, ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇടയായവൻ ഈ വാക്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? ഇതിൽ നിങ്ങൾക്ക് വിശ്വാസം, എന്നാൽ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇതിൽ ദൈവത്തെ കാണണം. ഇതിൽ എന്നെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. എന്നെ കുറിച്ച് എഴുതിയപ്പോൾ നിങ്ങൾ ഓവത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഓവത്തെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ മാത്രമേ മനസ്സിലാകും ദൈവം എന്നെ കുറിച്ച് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയട്ടെ, നാം ഈ ലോകത്തിൽ ജീവിച്ചാലോ, ഈ ലോകപ്രകാരമാണ് ജീവിക്കുന്നത്, ലോകത്തിൽ ജീവിക്കുന്നത് പറഞ്ഞത് എങ്ങനെയാണ്? അപ്പോ നീ ദൈവം എന്നെ വിളിച്ചതാണെന്ന ബോധ്യം നിനക്ക് ഉണ്ട്. ലോകത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഇത് ചെയ്ത് നിന്നിൽ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. ആണോ?
അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പൂർണ്ണമായി എനിക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുന്നില്ല? ലോകം മനുഷ്യർപ്പോൾ ജീവിക്കുന്നില്ല, ആണോ? ലോകവും അതിന് പാപത്തിലാണ് പലരും ജീവിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ അങ്ങനെ ജീവിക്കുന്നത് ഇല്ല. എന്തുകൊണ്ട്? ദൈവഭയം ഉള്ളത് കൊണ്ടോ നമ്മൾ അങ്ങനെ ജീവിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ജീവിച്ചാൽ എന്റെ ജീവിതത്തിൽ എന്ത് വരും? പാപം വരും എന്ന് നമുക്ക് അറിയാം, അല്ലേ? നമ്മൾ അതുകൊണ്ട് നിർത്തി. പിന്നെ അടുത്തത് ചെയ്യണം. ഇത് നമുക്കറിയാം. നമ്മൾ ലോക മനുഷ്യർപ്പോൾ നമുക്ക് മുൻപോട്ട് നയിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്കറിയാം. നമ്മൾ അതുവരെയേ ഉള്ളൂ. നമ്മൾ അതിന്റെ അപ്പുറം നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം പാപമാണ്, അറിയാം അത് നമ്മൾ ചെയ്യാൻ പാടില്ല, അറിയാം. അപ്പൊ നാം എന്ത് ചെയ്യണം? പാവത്തിന് ശിക്ഷയുണ്ട്, ആ പേടി കൊണ്ടാണ് പാവം ചെയ്യാത്തത്, അല്ലേ? ബൈബിൾ പറഞ്ഞത് പാവത്തിന്റെ ശിക്ഷ പറഞ്ഞ എന്താണ്? മരണം. അപ്പൊ നമുക്ക് എന്താണ്? നേരത്തെ മരിക്കേണ്ട, മുന്നമേ മരിക്കേണ്ട ആ ഒരു പേടി കൊണ്ട് നമ്മൾ പാവം ചെയ്യുന്നില്ല. പക്ഷേ നാം അതെല്ലാം അറിയാം. അതിനുശേഷമുള്ള കാര്യങ്ങൾ നാം എന്ത് ചെയ്യണം? ദൈവം ദൈവത്തെ കുറിച്ച് എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ആരാണെന്ന് ഇതിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ആണോ? പക്ഷെ നാം എന്ത് ചെയ്യുന്നില്ല? ഇത് മാത്രം എടുക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഈ വാക്ക്, ദൈവം നമ്മളോട് വാക്ക് പറഞ്ഞാൽ നാം അതിനെ മുറുകെ പിടിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും മറക്കുന്നത് ഏതാണ്? ദൈവത്തിന്റെ വചനമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ പല്ലു പറഞ്ഞ് 10 വർഷം മുമ്പ് പറഞ്ഞ് കേട്ടെങ്കിൽ പോവും? ഓർമ്മയുണ്ട്, അല്ലേ? എന്തുകൊണ്ട് ഓർമ്മയുണ്ട്? ഹാർട്ട് ആയതുകൊണ്ട്. ആ ഹാർട്ട് ആയതുകൊണ്ട് നിങ്ങൾ കേട്ട വാക്ക് ഇപ്പോഴും എവിടെ ഉണ്ട്? ഈ ഹൃദയത്തിലുണ്ട്. ഇതിലുണ്ട്. ദൈവത്തിന്റെ വചനം എവിടെ വെച്ചിട്ടുണ്ട്? നമ്മുടെ തലച്ചോറ് പോലും ഇല്ല. ஆனால் 10 വർഷം മുൻപ് എന്നെ പള്ളു പറഞ്ഞ വഴക്ക് പറഞ്ഞതൊക്കെ എവിടെ ഉണ്ട്? ഞാൻ പറയുന്നത്, വ്യക്തി വേണ്ടി ദൈവത്തെ വെക്കാതെ മനുഷ്യരെ വെക്കുന്നത് കൊണ്ടാണ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് സ്ഥിരതയില്ലാത്ത ഒരു ജീവിതം, ദൈവത്തോട് നമുക്ക് നടക്കാൻ കഴിയാത്ത ഒരു ജീവിതം, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ വെളിപ്പെടാൻ കഴിയാത്ത ഒരു ജീവിതം മാറണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കേട്ടതുപോലെ ക്ഷമിക്കണം. നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ വ്യക്തികളും എന്ത് ചെയ്യണം? വിട്ടേക്കണം. അതിന് പകരം ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ കേൾക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഹൃദയത്തിൽ കേൾക്കുമ്പോൾ, ആ വചനങ്ങൾ ഹൃദയത്തിൽ താമസിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളിൽ ആ വചനങ്ങൾ ദൈവത്തിന്റെ ആത്മ ഓർമ്മപ്പെടുത്തി നിങ്ങളെ തന്നെ ബലപ്പെടുത്തും. നിങ്ങൾ അറിയാതെ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുവാൻ ഇടവരും. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുക, നിങ്ങൾ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നാം ദൈവത്തിന് കൂടെ അവന്റെ കൂട്ടായ്മയിൽ നമുക്ക് മുൻപോട്ട് നടക്കാൻ കഴിയും. ദൈവത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ദൈവമക്കൾ കൂടി വന്ന് എല്ലായിടത്തിലും ദൈവം കാണും. നാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം ഇല്ലെന്ന് പറയുന്നത് അത് ആവശ്യമാണ്. അതേപോലെ കൂടി വന്ന കൂട്ടായ്മയിലും പ്രാധാന്യം കൊടുക്കണം.